അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 2-3 ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കൊച്ചിയിലുള്ള പള്ളുരുത്തി സെന്റ് റീത്തൽ സ്കൂളിൽ നടന്ന ഒരു ഹിജാബ് വിവാദവുമായി നടന്ന സംഭവം. കൊച്ചിയിലെ പള്ളുരുത്തി സെന്റ് റീത്തസ് സ്കൂളിൽ ഒരു മുസ്ലിം കുട്ടി ശിരോവസ്ത്രം തലയിൽ തട്ടമിട്ടതിന്റെ പേരിൽ ക്ലാസ്സിൽ കയറ്റാതെ ക്ലാസിന്റെ പുറത്താക്കി. പിന്നീട് അതൊരു വിവാദമായി, വലിയ വിഷയമായി. ഇത് വിഷയമായി നാട്ടിൽ പ്രശ്നമായ സമയത്ത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സ്കൂളിൽ നിന്നുള്ള പ്രധാനാധ്യാപിക, പ്രിൻസിപ്പൽ പുറത്തു വന്ന് പറഞ്ഞ വാക്കുകൾ, ശിരോവസ്ത്രം അണിഞ്ഞ് തട്ടമണിഞ്ഞ് ഒരു കുട്ടി ക്ലാസ്സിൽ വന്നാൽ സഹപാഠിക്ക് പേടിയാവുമെന്ന. ഇത് പറയുന്നത് ആരാ? തലയിൽ തട്ടമിട്ട് വന്ന ലോകർക്ക് മുഴുവൻ മാലാഖയാണ്, അല്ലെങ്കിൽ മതേതരത്തിന് കാവൽ നിൽക്കുന്ന നല്ലവരായ സ്ത്രീകളാണെന്ന് പറയുന്ന കന്യാസ്ത്രീയാണ് പറയുന്നത്. നമുക്ക് അവരുടെ വിദ്വേഷത്തോടോ അവരുടെ ഭാഷയോടോ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തോടോ ഒന്നും എതിർപ്പില്ല. മറിച്ച് അവർ പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ്. ഞാൻ തട്ടമിട്ടാൽ പ്രശ്നമില്ല, അതാർക്കും പേടിയാവില്ല. കൊച്ചുമകള് തട്ടമിട്ട് വന്നാൽ ഒപ്പം ഇരിക്കുന്നവർക്ക് എന്തോ പേടിയാകും, പ്രശ്നമാകും എന്ന് പറഞ്ഞ് ഒരിക്കലും ഞങ്ങളുടെ സ്കൂളിൽ അത് അനുവദിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ മൗനികളായിരിക്കാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. എന്തുകൊണ്ട്? നമ്മുടെ ഭരണഘടനയും നമ്മുടെ രാജ്യം നൽകുന്ന മതേതരത്വവും ഒരിക്കലും ഇതിന് എതിരല്ല എന്നത് തന്നെയാണ് സത്യം. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ യൂണിഫോം ധരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ചിട്ട എന്ന് പറയുന്നത് പട്ടാള ചിട്ടയാണ്. പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്ക് പോലും സിഖ് മതക്കാരനാണെങ്കിൽ അവന് തലപ്പാവ് ധരിക്കാമെന്നാണ്. അവന് തലപ്പാവ് ധരിച്ച് പട്ടാളത്തിൽ ജോലി ചെയ്യാം. അമേരിക്കയിൽ എന്നല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും മുസ്ലിങ്ങളായ വനിതകളായ പട്ടാളക്കാരികളായ സ്ത്രീകൾക്ക് തട്ടമണിയാമെന്നാണ്. എന്തുകൊണ്ട്? അവരൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു. നിർബന്ധമാണ് സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് തട്ടമണിയുക എന്നത്. അമേരിക്ക പോലത്തെ വിദേശ രാജ്യങ്ങളിൽ പോലുമുള്ള പട്ടാളത്തിലും പോലീസിലും ജോലി ചെയ്യുന്ന വനിതകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നെ എന്തിനാണ് ഈ അസ്വസ്ഥത? എന്തിനാണ് ഈ വിധ്വംസക പ്രവർത്തനവുമായി നമ്മുടെ നാട്ടിൽ, അതും എല്ലാ നിലക്കും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാ മതക്കാരും തോളോട് തോള് ചേർന്ന് നിന്ന് ജീവിക്കുന്ന ഈ നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മനഃപൂർവമാണ്, അറിയാതെയല്ല. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. അവരുടെ ഉള്ളിൽ കിടക്കുന്ന വിഷമാണ് പുറത്തേക്ക് വന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ. മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈമാനിലെ കുറവ് കൊണ്ട് മാത്രമാണ്. ഇതേ സ്കൂളിൽ 150ഓളം മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട്. 150 മുസ്ലിം കുട്ടികളിൽ ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥിനികളും പെൺകുട്ടികളും തലയിൽ തട്ടമിടാതെയാണ് പോകുന്നത് എന്ന് എത്ര വേദനയോടെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇതങ്ങ് അമേരിക്കയിലോ ഇസ്രായേലിലോ നടക്കുന്നതല്ല, യുപിയിലെ കഥയല്ല പറയുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊച്ചിയിൽ നടക്കുന്ന സംഭവമാണ്. ഇന്നലെ കൊച്ചിയിലാണെങ്കിൽ നാളെ നമ്മുടെ കോഴിക്കോടും പൂനൂരിലും വരില്ല എന്ന് ആര് പറഞ്ഞു? ഇവിടെ നമ്മൾ ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കണം. എങ്ങനെയാണ് ജാഗ്രത? ഈമാൻ വിട്ടുള്ളൊരു പരിപാടി നമുക്കില്ല എന്ന് പറയാം. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ എന്ന് നമ്മെ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുർആനും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ബോധം നമുക്ക് വേണം. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ഈമാനാണ്, ഹിദായത്താണ്. അതിനെതിരാവുന്ന ഏത് സ്കൂൾ ആയാലും ഏത് യൂണിഫോം ആയാലും എന്തായാലും അത് നമ്മൾ മാറ്റിവെക്കണം. ആ പഠനം നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള തന്റെ ഇടം വേണം. പാന്റും കുപ്പായവും ഇട്ട് സ്കൂളിലേക്ക് പോകുന്ന പെൺകുട്ടി തലയിൽ തട്ടമിടാതെ പോയാൽ പിന്നെ അവളുടെ ഹയാ എവിടെയായിരിക്കും ഉണ്ടാവുക? എന്നാണ് അവൾക്ക് പിന്നെ തട്ടമിടാൻ കഴിയുക? സ്കൂളിൽ അങ്കണവാടിയിലോ LKGയിലോ UKGയിലോ 1ാം ക്ലാസ്സിലോ പോകുന്ന വിദ്യാർത്ഥിനിയുടെ കഥയല്ല ഈ പറയുന്നത്. വലിയ പെൺകുട്ടികൾ. നമ്മുടെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏതോ കഥയിൽ പറയുന്നതല്ല.
മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ തന്നെ ആയത്ത് പറയുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ദാലിക അദ്നാ അൻ യുഅറഫ്ന ഫലാ യുഅ്ദൈന വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ഓ നബിയെ, നിങ്ങളുടെ പത്നിമാരോട്, നിങ്ങളുടെ പുത്രിമാരോട്, സത്യവിശ്വാസികളായ സ്ത്രീകളോട് അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ നിങ്ങൾ പറയണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ ഓർഡറാണ്. നമുക്ക് നിർബന്ധമാണ്. ചിലർക്കൊക്കെ സംശയമാണ്, ഇടണോ ഇടണ്ടേ, അല്ലെ മരിച്ചോടത്തേക്കും പോകുമ്പോൾ മാത്രം തലേ തട്ടിട്ടാ മതിയോ, കല്യാണത്തിന് മുമ്പ് അയച്ചു വെക്കണം? ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ നിയമങ്ങൾ വരുന്നത്. നമുക്കൊരു നിയമമേ ഉള്ളൂ. നിങ്ങൾക്കറിയില്ലേ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ അപ്പൊ ഉമ്മു സലമ ബീവി നിൽക്കുമ്പോ അവിടെ മൈമൂന ബീവി ഉണ്ട്. രണ്ട് ആളും നബി തങ്ങളുടെ ഭാര്യമാരാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വരുന്നത്. കണ്ണു കാണാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. പുണ്യ നബി പറഞ്ഞു, ഇഹ്തജിബ, നിങ്ങൾ രണ്ടുപേരും ഉള്ളിലേക്ക് കയറി പോകും. അവരിങ്ങനെ ഭാര്യയും ഭർത്താവും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഭാര്യമാരും നബി തങ്ങളൊക്കെ അവിടെ ഉണ്ട്. നേരം കണ്ണു കാണാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, ഇഹ്തജിബ മിൻഹു, നിങ്ങൾ രണ്ടുപേരും അകത്തോട്ട് പോകൂ, മറ സ്വീകരിക്കൂ, മറക്കപ്പുറത്തേക്ക് പോകൂ എന്ന് പറഞ്ഞു. അപ്പൊ അവർ രണ്ടുപേരും പറഞ്ഞു, യാ റസൂലല്ലാഹ് അലൈസ ഹുവ അഅമ ലാ യുബ്സിറുനാ വലാ യഅരിഫുന. അദ്ദേഹം ഒരു കണ്ണുപൊട്ടനല്ലേ, അദ്ദേഹം ഞങ്ങളെ കാണൂലല്ലോ, ഞങ്ങൾ അയാൾക്ക് മനസ്സിലാവില്ലല്ലോ. കണ്ണുപൊട്ടന ഉമ്മു മക്തൂം അല്ലേ ഇങ്ങോട്ട് വരുന്നത് റളിയല്ലാഹു അൻഹു എന്ന് ഭാര്യമാർ നബി തങ്ങളോട് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും കണ്ണുപൊട്ടന്മാരാണോ? നിങ്ങൾ രണ്ടുപേരും കണ്ണു കാണാത്തവരാണോ? നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ മറക്കപ്പുറത്തേക്ക് പോകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? സ്ത്രീയോടുള്ള വെറുപ്പ് കൊണ്ടാണോ? അല്ല, ഇത് പ്രശ്നമാണ്. സ്ത്രീ തന്റെ നഗ്നത വെളിവാക്കുമ്പോൾ എല്ലാ ഫിത്നയും നാട്ടിലുണ്ടാവും. ഞാൻ എന്റെ ഭാര്യയെ അവളുടെ മുഖമഴിച്ചിട്ട് കൈയും കാലും കാണിച്ച് ബൈക്കിലൂടെ ഓട്ടിക്കൊണ്ടു പോകുമ്പോ മറ്റുള്ളവൻ കണ്ണിറുക്കുന്നതും അവൻ കൊണ്ടുപോകുന്നതും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ? നമ്മളാണ് അവസരം ഉണ്ടാക്കുന്നത്, നമ്മളാണ് പ്രശ്നമുണ്ടാക്കുന്നത്. ഇത്തരം അവസരങ്ങൾ ഒഴിവാക്കി അവർ സ്വീകരിക്കേണ്ട എല്ലാ സുരക്ഷയും സ്വീകരിച്ചാൽ ഒരിക്കലും ഈ നാട്ടിൽ മറ്റുള്ളവരോടൊപ്പം പോയി എന്നോ അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്നോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്നോ എന്താ പറയാ മോശകരമായ വാർത്തകൾ കേൾക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന ചര്യ അനുസരിച്ച് നമ്മൾ പോവുകയും അത്തരം സാഹചര്യങ്ങൾ ഒരുക്കുന്ന സ്കൂളുകളിലേക്ക് മാത്രം നമ്മളെ മക്കളെ പറഞ്ഞയക്കുകയും അതോടൊപ്പം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ജാഗ്രതയോടുകൂടെ PTA മീറ്റിംഗിലും മറ്റൊക്കെ നമ്മൾ പങ്കെടുത്ത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും നമ്മൾ ബോധവാന്മാരാണ്. എല്ലായിടത്തും ഇറങ്ങി പ്രശ്നം ഉണ്ടാകുമ്പോൾ ജാതി വിളിച്ചിട്ട് പോയത് കൊണ്ട് കാര്യമില്ല. നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ ബോധത്തോടുകൂടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് ഒരാളോടും വിദ്വേഷമില്ലാതെ ഈ നാട്ടിലെ എത്ര സഹോദരന്മാർ നമ്മളോടൊപ്പം പഠിച്ചു, ഹിന്ദുക്കളായ സുഹൃത്തുക്കൾ, അവർ പൊട്ടുതൊട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കും. നമുക്ക് പ്രയാസമുണ്ടോ? ഒരിക്കലുമില്ല. അവർ ശബരിമലയിൽ പോകുന്ന സമയത്ത് കറുത്ത വസ്ത്രമണിഞ്ഞ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു. സ്കൂളുകളിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞോ? ഇവിടെയൊക്കെ പേടി എന്ന് പറയുന്നത് വേറെ ഒരു പ്രശ്നമാണ്. ഉള്ളിലിരിക്കുന്ന വിഷമാണ് ഇതൊക്കെ അവരെ പേടിപ്പെടുത്തുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടുകൂടെ ജീവിച്ച് നമ്മുടെ ഈമാൻ നമ്മളും നമ്മുടെ മക്കളും സുരക്ഷാ കവചം ഒരുക്കി നമ്മൾ കാത്തിരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.